സാമ്പത്തിക സാക്ഷരത നമ്മുടെ അവകാശവും ഉത്തരവാദിത്വവുമാണെന്ന് SD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രഭാകരൻ നായർ അഭിപ്രായപ്പെട്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശാനുസരണം SBI ആലപ്പുഴ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ SD കോളേജ് അങ്കണത്തിൽ സംഘടിപ്പിച്ച സാമ്പത്തിക സാക്ഷരതാ ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക സാക്ഷരത എന്നത് നമ്മുടെ അവകാശവും ഉത്തരവാദിത്വവുമാണെന്ന് SD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രഭാകരൻ നായർ അഭിപ്രായപ്പെട്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശാനുസരണം രാജ്യമെമ്പാടും സംഘടിപ്പിച്ചു വരുന്ന സാമ്പത്തിക സാക്ഷരതാ വാരം പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ SBI ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാമ്പത്തിക സാക്ഷരതാ ബോധവൽക്കരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ സാമ്പത്തിക സാക്ഷരത നേടിയ ആൾ എന്ന് പറയാനാവില്ല. മറിച്ച് ഈ മേഖലയിൽ ഓരോ മാറ്റങ്ങളും സാമ്പത്തിക മേഖലയിലെ പുത്തൻ പരിഷ്കാരങ്ങളിലടക്കം വ്യക്തമായ ധാരണയുണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഡോക്ടർ പ്രഭാകരൻ നായർ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ SD കോളേജ് അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ലീഡ് ബാങ്ക് മാനേജർ M അരുൺ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക സാക്ഷരതാ ഉപദേഷ്ടാവ് കൃഷ്ണകുമാർ വിദ്യാർത്ഥികൾക്കായുള്ള സാമ്പത്തിക സാക്ഷരതാ ചോദ്യോത്തര മത്സരം നടത്തി. തുടർന്ന് കോളേജ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ബോധവൽക്കരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നബാർഡ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് മാനേജർ മിനു അൻവർ നിർവഹിച്ചു. സാമ്പത്തിക സാക്ഷരതാ ഉപദേഷ്ടാവ് ഗോപി കൃഷ്ണൻ, SD കോളേജ് കോമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ KS വിനീത് ചന്ദ്ര, ഫിനാൻഷ്യൽ ക്ലബ് കോർഡിനേറ്റർ ഡോക്ടർ ശ്രീലക്ഷ്മി S പ്രഭു, ലീഡ് ബാങ്ക് ഡെപ്യൂട്ടി മാനേജർ ലളിതാംബിക എന്നിവർ സംസാരിച്ചു. സാമ്പത്തിക സാക്ഷരതാ ഉപദേഷ്ടാക്കളായ നടരാജൻ, ശശികുമാർ, റോയി മാത്യു, അജിത് എന്നിവർ സന്നിഹിതരായിരുന്നു. നമ്മളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലിറ്ററേറ്റ് ആയി എന്നുള്ളതാണ്. അതായിരുന്നു ആദ്യകാലങ്ങളിലെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു സങ്കല്പം കൊണ്ട് മാത്രം ഉതകുന്നതല്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയാണെങ്കിൽ ഇതൊരു റൈറ്റുമാണ്, റെസ്പോൺസിബിലിറ്റിയുമാണ്. അതായത് സാമ്പത്തിക സംവിധാനങ്ങളിൽ അംഗമാകാനുള്ള അല്ലെങ്കിൽ അതിൽ ഇടപെടാനുള്ളത് നമ്മളുടെ ഒരു അവകാശമാണ് എന്നിരിക്കെ തന്നെ ഇതൊരു റെസ്പോൺസിബിലിറ്റിയും കൂടാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി സൈഡാണ് ഇത്തരത്തിലുള്ള വാരാചരണങ്ങളിലൂടെ അത് ആഘോഷിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ നടത്തപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മളിലേക്ക് സന്നിവേശിക്കപ്പെടുന്നതെന്ന് പറയണം. ഇവിടെ സാർ പറയുകയുണ്ടായി എന്താണ് ഇപ്പൊ ഏറ്റവും വിദ്യാഭ്യാസമുള്ളവർ പോലും സാർ പറഞ്ഞിപ്പം